പൃഥ്വിരാജിനെ എപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും എവിടെ ഇന്റർവ്യൂവിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരൊറ്റ ചോദ്യമാണ് ആദ്യം ചെല്ലുന്നത്. L3 L3യുടെ സ്കെയിൽ എന്താണ്? L3 എന്ന് പുറത്തു വരും. കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിലെല്ലാം പൃഥ്വിരാജ് പറഞ്ഞു അതിൽ സബ്മറൈനും അങ്ങനെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഒരു ബിഗർ ക്യാൻവാസ് ആണ് എന്നുള്ളതുണ്ട്. L3 എന്ന് പറയുന്ന ഒരു സിനിമ വരുമോ? അത് വരാൻ അതൊരു ട്രിലോജി ആയിട്ടാണ് ഞാൻ കൺസീവ് ചെയ്തിരുന്നത് ഫ്രം ദ സ്റ്റാർട്ട്. അത് 1, 2 വന്നു, 3 നാച്ചുറലി വരേണ്ടതാണ്. ദാറ്റ്സ് ഓൾ ഐ കൻ സേ. സബ്മറൈൻ വരെ നമ്മൾ പോകുന്നില്ല. ഇല്ല, അങ്ങനൊന്നും ഈ എമ്പുരാൻ ഇറങ്ങി കഴിഞ്ഞിട്ടെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് പേടി വന്നു തുടങ്ങി. അതായത് എക്സ്പെക്ടേഷൻസ്, ഞാൻ ഫസ്റ്റ് ഷോ കണ്ടയാളാണ്, ഞാൻ അത് കഴിഞ്ഞ് വിളിക്കുകയും ചെയ്തതാണ്. എക്സ്പെക്ടേഷൻസ് ഇനി ഞാൻ എഴുതുന്നതിന് മുന്നേ സെറ്റ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനമുണ്ടോ? അത് പണ്ടേ ഇല്ല. എനിക്ക് ഞാൻ മനസ്സിൽ വരുന്നത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അത് അല്ലാതെ ഒരു എക്സ്പെക്ടേഷനും ഒന്നും നോക്കിയിട്ടല്ല. അത് വാട്ട് വി റൈറ്റ് ക്യാൻ എയ്തർ ഹിറ്റ് ഓർ ഫെയിൽ. അത് അങ്ങനെ നോക്കി എഴുതാനൊന്നും പറ്റില്ല. പിന്നെ മാക്സിമം ഞാനൊരു എന്താ പറയണ്ട, ഒരു മെയിൻ സ്ട്രീമിൽ സ്വയം ഐഡന്റിഫൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിന് അവിടെ നിന്ന് തന്നെയാണ് എഴുതുന്നത്. അത്രയൊക്കെ പറയാൻ പറ്റും. ഭയങ്കര ഒരു ലൂസായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടെറൈനാണ്. ഇനി ഇതുപോലെ തന്നെ ഒരു 3 വീണ്ടും ചർച്ചയിലായിരിക്കുന്നത് ദൃശ്യം 3 ആണ്. ജിത്തു ചേട്ടൻ ബോംബ് പൊട്ടിച്ചു, 4 പേർക്ക് ആ കഥ അറിയാമെന്ന് പറഞ്ഞു. ഇപ്പൊ 4 പേര് സോഷ്യൽ മീഡിയ നിറച്ച അവരുടെ മുഖങ്ങളാണ് ഈ 4 കഥ അറിയാവുന്ന ആളുകൾ. ദൃശ്യം 3യിലേക്ക് വന്നു കഴിയുമ്പോൾ മുരളി ഗോപിയെ നമ്മൾ ദൃശ്യം 3യിൽ കാണുമോ? അത് ജീത്തു തന്നെ പറയുന്നതായിരിക്കും അതിനെ കുറിച്ചൊക്കെ. ശരി, ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ ശരി, കാരണം ഈസ് ദ റൈറ്റർ ഡയറക്ടർ. അപ്പൊ ഈ കഥ അറിയാവുന്ന 4 പേരല്ലാതെ 5 ഉണ്ടോ? ഇല്ല, അതൊന്നും ഞാൻ എന്റെ ഒരു ഏരിയ അല്ല പറയുന്നില്ല. ഇനി താങ്കളുടെ അച്ഛന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ്. അദ്ദേഹം 1986 അദ്ദേഹത്തിന് അസുഖം വരുന്നതിന് മുന്നേ 60ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീടുള്ള 23 കൊല്ലത്തിൽ 25 സിനിമകളോളം അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതിലും ഒരു 7 വർഷം അദ്ദേഹം ബ്രേക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ആ ഒരു അസുഖം വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രണ്ടാമത്തെ ഫേസിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാവും. ആ ഒരു ഇത് അദ്ദേഹത്തിന് കിട്ടിയില്ല, ആ ഫുൾ പൊട്ടൻഷ്യലിനുള്ള ഒരു രണ്ടാം ഭാഗം. അതെനിക്ക് രണ്ടാം വരവിലോ ആ ഒരു ഇത് കിട്ടിയില്ല. ആദ്യത്തെ ഒരു അച്ഛന് 86-ൽ പാർഷ്യൽ പാരാലിസിസ് വരുമ്പോ ഹിസ് ലെഫ്റ്റ് സൈഡ് അതിനുശേഷം ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഗോൺ. വോക്കൽ കോർഡ്സിനെ വരെ എഫക്ട് ചെയ്ത ഒരു സ്ട്രോക്ക് ആണ്. അപ്പൊ സെക്കൻഡ് വരവ് എന്ന് പറയുന്നത് ഒരു ലെഷർലി ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ ഹി വാസ് നോട്ട് ഇൻ ടു ആക്ടിങ് ആസ് സച്ച്. അത് ഒരു വശവും ഇല്ലാതെ, ഒരു വോയിസ് ഇല്ലാതെ, ഒരു ഫേഷ്യൽ ഒരു ഹാഫ് ഇല്ലാതെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളിനാണ് ഈ സെക്കൻഡ് പാർട്ടിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ 86 വരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അച്ഛന്റെ ശരിക്കുള്ള ആക്ടിങ് കോർപ്പസ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ന് പറയുന്ന ഒരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു ആള് ചെയ്ത ഒരു കാര്യമാണ്, ഹൈലി കോംപ്രമൈസ്ഡ്. അച്ഛൻ പറയും 2% അഭിനയിച്ചിട്ട് വരാന്ന് പറയും. എന്ന് പറഞ്ഞാൽ അച്ഛൻ ഉദ്ദേശിക്കുന്ന, അപ്പോൾ ഈ അച്ഛന്റെ പൊട്ടൻഷ്യലിലെ ഒരു 2% ആണ് ഈ പോകുന്നത് വെളിയിൽ. അതൊരു എന്താ പറയുന്ന ഒരു എൻഗേജ്മെന്റ് എന്നുള്ള നിലയിലാണ് അന്ന് അതിനുശേഷം ആക്ടിങ്ങിനെ കണ്ടിരുന്നത്. കുറെ നാൾ കഴിഞ്ഞാണ് ആക്ടിങ് തുടങ്ങിയതും. 86 കഴിഞ്ഞ് ഒരു 3-4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പാതയൊക്കെ വരുന്നത്, 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് വെറുതെ ഒരു എൻഗേജ്മെന്റ് എന്നുള്ള നിലയിലാണ് അച്ഛൻ അതിനെ കണ്ടിരുന്നത്. അച്ഛൻ ശരിക്ക് ഞാനൊരു അച്ഛൻ്റെ ഒരു ഫാൻ എന്നുള്ള നിലയിൽ ആസ് ആൻ ആക്ടർ 86-ൽ അച്ഛൻ ഈ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് അച്ഛൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ വെറൈറ്റി, massive variety try. So he has done everything possible as an actor even before that. So there is nothing to prove. അപ്പൊ അതുകൊണ്ട് അങ്ങനെ രണ്ടാം വരവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇനി അസുഖമില്ലായിരുന്നെങ്കിൽ എങ്ങനെ ആയിരുന്നേനെ എന്നുള്ളതിനെ കുറിച്ചോ ഒന്നും ഞാൻ ആലോചിക്കാറില്ല.